തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യ അംഗത്തിനൊരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി. ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി, സഹോദരൻ രാജിവെച്ചൊഴിയുന്ന വയനാട്ടിൽ. ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ടപ്പോഴും രാഹുലിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട്. ആ വയനാട്ടിൽ രാഹുൽ ഒഴിയുമ്പോൾ പകരം മത്സരിക്കാനെത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഇത്രയും നാൾ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അതേ പ്രിയങ്ക ഗാന്ധി. യു പി രാഷ്ട്രീയത്തിൽ സജീവമായ പ്രിയങ്ക എന്തിന് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം രാഹുൽ ഗാന്ധി എന്നാണ്. രൂപീകൃതമായതു മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലാതെ മറ്റാരെയും വിജയിപ്പിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് വയനാട്. രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചു എന്ന രാഷ്ട്രീയ ആക്ഷേപം പ്രിയങ്കയിലൂടെ പരിഹരിക്കാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. 2019 വയനാട്ടിലെ ആദ്യ അംഗത്തിൽ 4,31,770 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുലിൻ്റെ വിജയം. 2024 ഭൂരിപക്ഷം 3,64,422 വോട്ടായി. ഈ ഭൂരിപക്ഷവും മറികടന്നൊരു വിജയം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്കുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പ്രിയങ്കയുടെ വിജയം ഉറപ്പിക്കുന്ന കോൺഗ്രസും UDFും ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്ന അവകാശവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. 2014 നിന്നും 2019 നിന്നും വ്യത്യസ്തമായി UP ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജനവികാരവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി നിലനിർത്തുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് രാഹുൽ വയനാട് ഒഴിഞ്ഞത്. അവിടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അവർ വിജയിച്ചാൽ ലോക്സഭയിൽ ഗാന്ധി കുടുംബത്തിലെ 2 പേരുണ്ടാകും. മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ അവർക്കാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. രാഹുൽ രാഷ്ട്രീയത്തിൽ സജീവമായി വരുന്ന കാലത്ത് പ്രിയങ്കയ്ക്കായി വലിയ ക്യാമ്പയിനുമായി പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് ഒരു നിമിത്തമാവുകയാണ് വയനാട്. കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനായിട്ടില്ലെങ്കിലും ഇത്തവണ ശക്തമായ പ്രതിപക്ഷമാകാൻ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സാധിച്ചിരുന്നു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പാർലമെന്റിൽ പ്രതിപക്ഷ ശബ്ദം ഉയർന്നു കേൾക്കുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. അവിടെയാണ് പ്രിയങ്കയുടെ റോൾ. ലോക്സഭയിൽ മോദിയെയും BJPയെയും മുൾമുനയിൽ നിർത്തുന്ന ചോദ്യശരങ്ങൾ ഉയർത്താൻ പ്രിയങ്കയ്ക്കാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പാർലമെന്റിലെ പ്രിയങ്കയുടെ സാന്നിധ്യം പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. 2019 സർപ്രൈസ് ആയിരുന്നു രാഹുലിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ ഇന്ന് പ്രിയങ്കയുടെ എൻട്രി അത്ര സർപ്രൈസ് അല്ല. വയനാടിന് പുറമെ റായ്ബറേലിയിലും രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരുന്നു. രണ്ടിടത്തും രാഹുൽ ജയിച്ചതിന് പിന്നാലെ രാഹുൽ വയനാട് വിടുമെന്ന വാർത്തകളും പുറത്തുവന്നു. രാഹുലിന് പകരം ആരെത്തുമെന്ന ചോദ്യത്തിന് പ്രിയങ്കയുടെ പേരും ഉയർന്നു കേട്ടു. പിന്നീട് തൃശ്ശൂരിൽ തോറ്റ K മുരളീധരൻ്റെ പേരും ചർച്ചകളിൽ വന്നെങ്കിലും ഒടുവിൽ പ്രിയങ്കയെ തന്നെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചു. രാഹുൽ വയനാട് കൈവിട്ടാൽ പകരം പ്രിയങ്ക മത്സരിക്കണമെന്നത് സംസ്ഥാന നേതാക്കളുടെ കൂടി ആവശ്യമായിരുന്നു. രാഹുൽ ഇല്ലെങ്കിൽ 3ാം സീറ്റെന്ന ആവശ്യം ലീഗ് ഉയർത്തിയതും വയനാട് ലക്ഷ്യമിട്ടായിരുന്നു. അങ്ങനെയാണ് പകരം കോൺഗ്രസ് അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത്. പ്രിയങ്കയ്ക്ക് അത്ര പരിചിതമല്ലാത്ത തട്ടകമല്ല വയനാട്. 2019 രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ സജീവമായിരുന്നു പ്രിയങ്ക. MP സ്ഥാനത്തു നിന്ന് അയോഗ്യനായ ശേഷം രാഹുൽ വയനാട്ടിലെത്തിയപ്പോഴും പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ വയനാട്ടിൽ 2ാം വട്ടം മത്സരിക്കാനെത്തിയപ്പോഴും ക്യാമ്പയിനുകളിൽ രാഹുലിനൊപ്പം പ്രിയങ്ക സജീവമായിരുന്നു. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ജനവിധി തേടുമ്പോൾ വലിയൊരു ചരിത്രത്തിന് കൂടിയാണ് വയനാട് സാക്ഷിയാവാൻ പോകുന്നത്. വിജയിച്ചാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം 3 പേർ പാർലമെന്റിലെത്തുന്നുവെന്ന ചരിത്രമാണ് കുറിക്കപ്പെടുക. സോണിയ രാജ്യസഭയിലും രാഹുലും പ്രിയങ്കയും ലോക്സഭയിലും.